കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനങ്ങൾ 103 5 വാക്യം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഈ ഒരു വചനത്തിൻ്റെ സാധ്യത ഒത്തിരി വലുതാണ്. വെറുതെ അക്ഷരീയമായിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ നഷ്ടപ്പെട്ടു പോയ യൗവനത്തെ ഓർത്ത് കണ്ണാടിയെ നോക്കി കരയുന്നു എത്ര പേർ. പണ്ടെനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു, നിറമുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു. വചനപ്രകാരം പറഞ്ഞാൽ യൗവനം മായയാണ്. അങ്ങനെ സഭാപ്രസംഗിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു സാധ്യത തരികയാണ്. നിൻ്റെ യൗവനം ഒന്ന് പുതുക്കാം. എങ്ങനെയാണ്? കഴുകനെ പോലെ ഒന്ന് പുതുകി വരത്തക്ക വണ്ണം എന്ത് ചെയ്യണം? അതിന് പറ്റിയ ഫുഡ് കഴിച്ചാൽ മതി. വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. വായ് കൊണ്ട് നല്ലത് പറയുക എന്നുള്ളൊരു തോട്ടുണ്ടെങ്കിൽ തന്നെ നല്ലത് കഴിക്കുക. സങ്കീർത്തനം 81 പറയുന്നു, അവൻ നിന്നെ മേത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. അപ്പോൾ ഗോതമ്പിൽ തന്നെ മേത്തരമായതില്ലേ? ഉണ്ട്. റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പുണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്, അതിൻ്റെ മേലെയുള്ളതുണ്ട്. അപ്പോൾ മേത്തരമായത് കഴിച്ചാൽ അതുപോലെ ശരീരത്തിലത് പ്രതിഫലിക്കും. ഇത് കർത്താവിൻ്റെ കയ്യിലുണ്ട്, വചനത്തിലുണ്ട്. നമ്മുടെ ഗോതമ്പ് ഇതാണ്, നമ്മുടെ തേൻ ഇതാണ്. കർത്താവേ, നിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളത്. തേൻ അണ്ണാക്കിന് നല്ലത്. വചനം നിൻ്റെ ആത്മാവിന് അതുപോലെ എന്നറിയുക, ഹൃദയത്തിന് അതുപോലെ എന്നറിയുക. അപ്പോൾ ഇതിലെ മധുരം അങ്ങ് ഹൃദയത്തിൽ ചെന്നാൽ, മനസ്സ് പുതുക്കപ്പെട്ടാൽ ശരീരത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അസ്ഥികൾ വീണ്ടും തഴയ്ക്കും. സ്കിന്നിലെ വ്യത്യാസം അറിയാൻ പറ്റും. ഈ വചനം തന്നെ ധ്യാനിച്ച് ശുശ്രൂഷിക്കുന്ന ചില ദേവദാസന്മാരെയൊക്കെ നോക്കിക്കുക, അവരുടെ മുഖം എത്ര തിളങ്ങുന്നു നോക്കിക്കുക. മോശ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോൾ അഹറോനും കൂടെയുള്ളവരും പേടിച്ചോടത്തക്കവണ്ണം അവൻ്റെ മുഖം പ്രകാശിച്ചില്ലേ? ഈ വചനമൊക്കെ എഴുതുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്ത മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, 120 വയസ്സുള്ളവനായി കണ്ണു മങ്ങാതെ ദേഹബലം ക്ഷയിക്കാതെ. നമ്മൾ ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നവർക്ക് ഇപ്പോൾ കണ്ണട വേണം. അവർക്ക് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് ഓരോന്ന് ചെയ്യാമെന്നറിയാതെ ദേഹബലമൊന്നുമില്ല. ആരെങ്കിലും ഇടിക്കാൻ വന്നാൽ അവർ ഓടിക്കളയും. മോശയിടയ്ക്ക് ഇടിക്കാൻ ചെന്ന് നോക്ക്, 120 വയസ്സാണ്. ഒരാളും എടുക്കല. ദേഹബലം ക്ഷയിക്കാതെ കണ്ണു മങ്ങാതെ മോശയപ്പച്ചൻ. മോശെ പ്രമാണത്തിൻ്റെ ആളായിട്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ, വചനത്തിൽ ആണ് ഈ സാധനം ഇരിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 119 നോക്കിയേ, നിൻ്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. അവിടെയാണ് എൻ്റെ പോയിൻ്റ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ ഒരു ന്യായാധിപൻ്റെ അടുക്കെ ചെല്ലുന്ന കുറ്റവാളി, പ്രതിക്കൂട്ടി നിൽക്കുന്നവൻ എന്ന രീതിയിൽ വായിച്ചാൽ അത് അസ്ഥികൾക്കുള്ള ബലം പോകത്തുള്ളൂ. മറിച്ച് ദൈവം എനിക്ക് അനുകൂലമാണെന്ന്, ആ ജഡ്ജി എൻ്റെ അപ്പനാണെന്ന്, ഞാൻ സാക്ഷിക്കൂട്ടിലുമല്ല പ്രതിക്കൂട്ടിലുമല്ല, ഞാൻ പുത്രനാണ്. പിന്മാറ്റത്തിലായിരുന്ന സകലതും നശിപ്പിച്ച മുടിയൻ പുത്രൻ, അവൻ ആളൊരു തമാശക്കാരനാണ്. അവൻ മടങ്ങി വരുമ്പോൾ അപ്പനെ വിളിക്കുന്ന വിളി കേട്ടില്ലേ? തമാശക്കാരെന്ന് ഞാൻ പറഞ്ഞത്, അവൻ്റെ ഉള്ളിൽ പോലും അവൻ പോലും അറിയുന്നില്ല അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന തമാശ. എന്നെ ഒരു ദാസനായിട്ട് കരുതണേന്ന് അവൻ അപ്പാ എന്ന് വിളിച്ചാൽ പറയുന്നത്. പറയാതിരിക്കാൻ പറ്റുമോ? അപ്പ എന്നുള്ള ഉള്ളിൽ കിടക്കല്ലേ? നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ അപ്പൻ ആരാണ്? അപ്പനോടുള്ള സ്നേഹം. അപ്പൻ്റെ സ്നേഹം റിസീവ് ചെയ്യാനും അപ്പനെ സ്നേഹിക്കാനും തടസ്സമായിട്ട് കുറേ കാര്യങ്ങൾ വന്നു. കുറേ മൂടുപടങ്ങളാണ്. അതൊക്കെ നീങ്ങിപ്പോകും. നീങ്ങാതെ എവിടെ പോകാനാ? കർത്താവ് ഒരു സമയം വെച്ചിരിക്കുകയാണ്. അതോടെ ധൈര്യമായിട്ട് വചനത്തിലേക്ക് നോക്കുക. അത് നിനക്ക് അനുകൂലമല്ലേ? ആണ്. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ നിൻ്റെ അപ്പൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കർത്താവ് നിൻ്റെ ഇടയനാണ്, നിനക്കൊരു മുട്ടും വരികയില്ല. അവരുടെ കൈകളിൽ ഇരുവായുത്തിലുള്ള വാളും അവരുടെ വായിൽ അവൻ്റെ സ്തുതികളും ഉണ്ടായിരിക്കട്ടെ. ആർക്കാ? ജാതികൾക്ക്, പിശാചുക്കൾക്ക്, ദുഷ്ടന്മാർക്ക് ശിക്ഷയും വിധിയും കൽപ്പിക്കേണ്ടതിന്. വചനം നിനക്ക് അനുകൂലമാണ്, പിശാചിനത് എതിരാണ്. ധൈര്യമായിട്ട് വചനത്തിലേക്ക് വരിക. യൗവനം കഴുകനെ പോലെ പുതുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നത്, സ്വർഗം കരുണ കാണിക്കട്ടെ.
വചനം ധ്യാനിക്കാനൊരു കൃപ കിട്ടാൻ, വചനം പൊരുളതിരിഞ്ഞ് വരാനൊരു കൃപ തരാൻ സ്വർഗം കരുണ കാണിക്കട്ടെ. ആമേൻ.